അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഗുരുസ്ഥാനീയനായ സെബാസ്റ്റ്യൻ പോൾ സാറ് സംസാരിച്ചു വച്ചത് മനുഷ്യൻ എന്ന പദം എത്ര മഹോന്നതമാണ് എന്ന മാക്സിം ഗോർക്കിയുടെ വാക്കുകളെ വിശദീകരിക്കുകയായിരുന്നു. സാഹിത്യോത്സവം എഴുത്തിൻ്റെ, കവിതയുടെ, പ്രഭാഷണത്തിൻ്റെ, വരകളുടെ, അങ്ങനെ നമ്മുടെ സർഗ സൃഷ്ടികളുടെ ഉത്സവമാണ് സാഹിത്യോത്സവം. ഇതൊരു സാംസ്കാരിക സമ്മേളനമാണ്. ഒരു സാംസ്കാരിക സമ്മേളനം നിർവഹിക്കുന്ന ധർമ്മത്തെക്കുറിച്ചാണ്, ദൗത്യത്തെക്കുറിച്ചാണ് ഇവിടെ നടന്ന എല്ലാ പ്രഭാഷണങ്ങളും. നമുക്കെന്താണ് ചെയ്യാനുള്ളത് എന്നാണ് യഥാർത്ഥത്തിൽ ഇവിടെ സവിസ്തരം സംസാരിച്ചുകൊണ്ടിരുന്ന എല്ലാവരും പറഞ്ഞത്. നിങ്ങൾക്ക് എന്താണ് ചെയ്യാനുള്ളത്? നിങ്ങൾ യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികളാണ്. വിദ്യാർത്ഥി പഠിച്ചുകൊണ്ടിരിക്കുന്നയാൾ. നമ്മുടെ എന്താണ് പഠിക്കേണ്ടത് എന്നുകൂടിയാണ് പറഞ്ഞു വെച്ചത്. ജീവിതം പഠിക്കുക. പഠിച്ച് നമുക്ക് മിടുക്കരാവാം. പഠിച്ച് നമുക്ക് അക്കാഡമിക് യോഗ്യതകൾ മുഴുവനും നേടാം. പക്ഷേ ജീവിതം പഠിക്കുന്നില്ലെങ്കിലോ? ഈ പഠനം കൊണ്ട് എന്ത് കാര്യം? ഇതാണ് ഏറ്റവും പ്രധാനമായി ഇവിടുന്ന് ഉയർന്നു വന്ന ചോദ്യം. എന്താണ് നമ്മൾ പഠിക്കേണ്ടത്? നമ്മൾ ജീവിതമാണ് പഠിക്കേണ്ടത്. ഏറ്റവും മികച്ച കലാസൃഷ്ടി എന്താണ് എന്ന ചോദ്യത്തിന് എമേഴ്സൺ പറയുന്ന ഉത്തരം ഹൃദയരക്തത്തിൽ മുക്കി എഴുതുന്ന എഴുത്താണ് എന്നാണ്. ജീവിതത്തിൽ മുക്കി എഴുതുന്ന എഴുത്താണ്. അവനവന്റെ ജീവിതത്തെക്കുറിച്ചല്ല, മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ച്, അവനവന്റെ കാര്യത്തെക്കുറിച്ചുള്ള ചിന്തയെയാണ്, ആലോചനയെയാണ് ഇന്ന് ഏറ്റവും ശ്രേഷ്ഠം, മഹത്തരം എന്നൊക്കെ വിചാരിക്കുന്നത്. സ്വന്തം കാര്യത്തെക്കുറിച്ചുള്ള ചിന്തകൾ, ആലോചനകൾ, അതിൽ മതിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. നമുക്ക് തരുന്ന പ്രേരണകൾ മുഴുവനും അതാണ്. ആരാവണം എന്ന ചോദ്യത്തിന് ഏറ്റവും നല്ല ഉത്തരം പറയുന്ന വിദ്യാർത്ഥി ഏറ്റവും ഔന്നത്യങ്ങളിലേക്ക്. ഏതാണ് ഈ ഔന്നത്യം? സാമ്പത്തികമായ ഔന്നത്യം, നമ്മുടെ സ്വന്തം സ്ഥാനമാനങ്ങളുടെ ഔന്നത്യം. ഇതിനാണ് നമുക്ക് കിട്ടുന്ന പ്രേരണയൊക്കെയും. സാഹിത്യ സമ്മേളനം അതിനു വേണ്ടിയുള്ളതല്ല. അവനവനെ കുറിച്ച് ചിന്തിക്കുന്നതിന് വേണ്ടിയല്ല, അവനവനെ കുറിച്ച് സ്വപ്നം കാണുന്നതിന് വേണ്ടിയുമല്ല, മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നതിന് വേണ്ടി. ഏറ്റവും മഹത്തരം എന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രവർത്തനം മറ്റൊരാൾക്ക് വേണ്ടിയുള്ള ജീവിതമാണ് എന്നാണ്. നമ്മൾ വിശ്വവിഖ്യാതരായ എഴുത്തുകാരെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും, സാഹിത്യകാരന്മാരെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. ആരാണ് ഏറ്റവും വിഖ്യാതനായ എഴുത്തുകാരൻ എന്ന് നിങ്ങൾ സൂക്ഷ്മമായിട്ട് ഒന്ന് വിലയിരുത്തി നോക്കൂ. അവരെന്തിനെ കുറിച്ചാണ് എഴുതിയത്? അവരാർക്കു വേണ്ടിയാണ് എഴുതിയത്? മാക്സിം ഗോർക്കി ഇവിടെ പ്രതിപാദിക്കപ്പെട്ടത്. മാക്സിം ഗോർക്കിയുടെ അമ്മ എന്ന നോവലിലെ കഥാപാത്രം പറയുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു വചനമുണ്ട്. നിങ്ങൾക്ക് രക്തക്കടലുകളിൽ മുക്കിക്കൊല്ലാൻ, ഒരുപക്ഷെ മനുഷ്യരെ മുക്കിക്കൊല്ലാൻ കഴിയും, പക്ഷേ സത്യം അങ്ങനെ നശിപ്പിക്കുക സാധ്യമല്ല.
മാക്സിം ഗോർക്കി കൂടെ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ യാഥാർത്ഥ്യം എന്താണെന്നറിയോ? ലോകത്തെവിടെയെങ്കിലും ഒരു അനീതി ദൃശ്യമാകുന്നുവെങ്കിൽ അതിൽ നിങ്ങൾക്ക് പങ്കുണ്ട് എന്നാണ്, എനിക്ക് പങ്കുണ്ട് എന്നാണ്. ലോകത്തിന്റെ ഏതെങ്കിലും കോണിൽ ഒരു മനുഷ്യൻ, ഒരു മനുഷ്യക്കുഞ്ഞ് കരഞ്ഞ് നിലവിളിക്കുന്നുവെങ്കിൽ പൗരത്വത്തെക്കുറിച്ച് സംസാരിച്ചില്ലേ? പിഴുതുമാറ്റപ്പെടുന്ന മനുഷ്യരുണ്ടെങ്കിൽ, പൗരത്വം നഷ്ടപ്പെടുന്ന മനുഷ്യരുണ്ടെങ്കിൽ, പാർശ്വവൽക്കരിക്കപ്പെടുന്ന മനുഷ്യരുണ്ടെങ്കിൽ, അങ്ങനെ വേദന കൊണ്ട് പൊളയുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ സൃഷ്ടിയുടെ പിറകിൽ, ആ പ്രശ്നത്തിന്റെ പിറകിൽ നിങ്ങളുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും പങ്കുണ്ട്. എല്ലാ ദുരന്തങ്ങളുടെയും പിന്നിൽ ഇങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും കയ്യൊപ്പുണ്ട് എന്ന് നമ്മളോട് ഉറക്കെ വിളിച്ചു പറഞ്ഞ സാഹിത്യകാരൻ കൂടിയാണ് മാക്സിം ഗോർക്കി. ആർക്കു വേണ്ടിയാണ് സംസാരിച്ചത്? മനുഷ്യർക്ക് വേണ്ടിയാണ് സംസാരിച്ചത്. ഏതു മനുഷ്യർക്ക് വേണ്ടി? നിരാലംബരായ, ജീവിതം എന്നത് വലിയൊരു ചോദ്യചിഹ്നമായി മാറിയ നിസ്സഹായരായ മനുഷ്യർക്ക് വേണ്ടി സംസാരിച്ചവരെയാണ് നമ്മൾ ഏറ്റവും മികച്ച സാഹിത്യകാരൻ എന്ന് പറയുന്നത്. ഈ സാഹിത്യ സമ്മേളനത്തിന്റെ താല്പര്യം എന്താണ്? നിശബ്ദരായവരുടെ, ഇതാണ് നമ്മുടെ സാഹിത്യ സമ്മേളനത്തിന്റെ പ്രമേയം. മനുഷ്യർ. നിങ്ങൾ ആരെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്? നിങ്ങൾ ആരെക്കുറിച്ചാണ് എഴുതേണ്ടത്? നിങ്ങൾ ആർക്കു വേണ്ടിയാണ് ചിത്രം വരയ്ക്കേണ്ടത് എന്ന ചോദ്യത്തിന്റെ ഉത്തരവാണ് മനുഷ്യർക്ക് വേണ്ടിയാണ്. മനുഷ്യൻ എന്നത് എത്ര മഹോന്നതമായ പദമാണ് എന്നല്ലേ മാക്സിം ഗോർക്കി പറഞ്ഞത്? എല്ലാ മനുഷ്യരുടെയും അവരുടെ ഏത് തരം പ്രയാസങ്ങളെയും അതിജയിക്കാനുള്ള കരുത്തുള്ള അത്ഭുതകരമായ ജീവിയാണ് മനുഷ്യൻ. ഏത് പ്രതിസന്ധികളെയും നമുക്ക് മറികടക്കാൻ കഴിയുമെന്നാണ്. അതാണ് നിരന്തരം നമ്മൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ഇത് നമ്മളെ സംബന്ധിച്ചോ? ഞാൻ നമ്മൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചാണ്. നമ്മൾ ജനാധിപത്യം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളത് എന്നാണ് അതിന്റെ അർത്ഥം, മറ്റൊന്നുമില്ല. ജനങ്ങൾക്ക് വേണ്ടിയുള്ളത്. സാർ ഇവിടെ നേരത്തെ പൗരത്വത്തെ കുറിച്ച് വലിയ ആകുലതകൾ പങ്കുവച്ചില്ലേ? മനുഷ്യർക്ക് വേണ്ടിയാണോ ഭരണകൂടങ്ങൾ? ആർക്കു വേണ്ടിയാണ് നമ്മുടെ ഭരണകൂടങ്ങൾ? മനുഷ്യർക്ക് വേണ്ടിയാണ്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങളെ മുന്നോട്ട് വെച്ച് നമ്മുടെ മുഴുവൻ പ്രശ്നങ്ങളുടെയും പ്രതിവിധിയാണ് ഞാൻ, ഞങ്ങൾ എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ഓരോ തെരഞ്ഞെടുപ്പിലും നമ്മുടെ മുമ്പിൽ വന്ന് ഈ ജനപ്രതിനിധികൾ അവര് തെരഞ്ഞെടുക്കപ്പെടുന്നത്. വലിയ വിരോധാഭാസമാണത്. ഇപ്പോ പറഞ്ഞതുപോലെ ആർക്കാണ് പൗരത്വം നിഷേധിക്കപ്പെട്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയോ? അത്ര നിസ്സാരരായ മനുഷ്യർക്കല്ല. രാജ്യത്തിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ പ്രശ്നങ്ങളെ ചൊല്ലി ആകുലപ്പെടുകയും അസ്വസ്ഥപ്പെടുകയും അത് ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യരുടെയും അസ്വസ്ഥതകളാക്കി പരിവർത്തനപ്പെടുത്താൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹിത്യകാരന്മാർക്ക് നേരെ, മാധ്യമ പ്രവർത്തകർക്ക് നേരെ അത്ര നിസ്സാരരായ മനുഷ്യരല്ല. ഊക്കുള്ള മനുഷ്യൻ, വാക്കുള്ള മനുഷ്യൻ, കരുത്തുള്ള മനുഷ്യൻ, ശബ്ദമുള്ള മനുഷ്യൻ, ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഒരു മാധ്യമ പ്രവർത്തകനെ വിശേഷിപ്പിക്കാൻ പറ്റുക. അത്ര ചെറിയ നിസ്സാരനായ ഒരു മനുഷ്യനല്ല. ഇത്രയും കാലം വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന് വേറെ ഒരു അർത്ഥം കൂടിയുണ്ട്. വേണമെങ്കിൽ ഇതേ മാധ്യമ പ്രവർത്തകന് തന്നെ നമ്മുടെ പ്രധാനമന്ത്രിയാവാനുള്ള യോഗ്യത കൂടി ഉണ്ട് എന്നാ. നമ്മുടെ പ്രധാനമന്ത്രിയാവാനുള്ള അടിസ്ഥാന യോഗ്യത ഈ രാജ്യത്തെ പൗരനാവുക എന്നുള്ളത് മാത്രമാണ്. വിദ്യാഭ്യാസ യോഗ്യത ഭരണാധികാരിയാവാനുള്ള യോഗ്യതയുടെ മാനദണ്ഡമല്ല. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ രാജഗോപാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ആവേണ്ട ആളായിരുന്നു. അദ്ദേഹത്തിനാണ് പൗരത്വം നിഷേധിക്കപ്പെട്ടത്. രാജ്യത്തിന്റെ അതിർത്തിയിൽ നിന്ന് രാജ്യത്തെ ജനങ്ങളെ, രാജ്യത്തെ എന്ന് പറഞ്ഞാൽ രാജ്യം എന്ന് പറയുന്നത് 4 അതിരല്ല. അബദ്ധവശാൽ ഇന്ന് നമ്മുടെ ഭരണകൂടത്തിന് രാജ്യം എന്ന് പറയുന്നത് 4 അതിരാണ്.
രാജ്യം എന്ന് പറയുന്നത് നമ്മൾ കൂടി ചേർന്നതാണ്. ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യർ ചേരുമ്പോഴാണ് രാജ്യം തന്നെ ഉണ്ടാവുന്നത്. ജനങ്ങളില്ലെങ്കിൽ ഈ രാജ്യത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? അത്ര അപ്രധാനമാണ് രാജ്യം. അപ്പൊ രാജ്യത്തിന് കാവലിരിക്കുന്ന രാജ്യത്തിന്റെ സൈനികർ എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കാവലിരിക്കുന്നയാൾ. ആർക്ക് കാവലിരിക്കുന്ന? രാജ്യത്തിന് കാവലിരിക്കുന്ന. രാജ്യത്തിന് കാവലിരിക്കുന്നവർ ആരാണ്? അവർ രാജ്യവിരുദ്ധരാണ്, രാജ്യദ്രോഹികളാണ്. അവർക്ക് പൗരത്വം ഇല്ല. തമാശ തോന്നുന്നില്ലേ നിങ്ങൾക്ക്? തമാശ തോന്നുന്നില്ല. നമുക്ക് ഇതിന്റെ ഗൗരവം മനസ്സിലാവുന്നില്ല. നമ്മളെല്ലാവരും നിശബ്ദരാക്കപ്പെടുന്നു. ഞാൻ മാക്സിം ഗോർക്കിയെ തന്നെ ഉദ്ധരിക്കാം. എപ്പോഴാണ് നിങ്ങളെ ഭയം പിടികൂടുന്നത്, അപ്പോഴായിരിക്കും നിങ്ങൾ പരാജയപ്പെടുന്നത്. എപ്പോഴാണ് നമുക്ക് ഭയം പിടികൂടപ്പെടുന്നത്, അപ്പോഴേ നമ്മളെ പരാജയപ്പെടുത്താൻ കഴിയൂ എന്ന്. ഇതൊരു വസ്തുതയാണ്, ഒരു യാഥാർത്ഥ്യമാണ്. നിങ്ങൾ വെറുതെ കൗതുകത്തിനൊന്ന് ആലോചിച്ച് നോക്കൂ. ഇന്നത്തെ നമ്മുടെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ രാഹുൽ ഗാന്ധിക്ക് ഒരു ദിവസം ഇന്ത്യയിൽ പൗരത്വം ഇല്ല എന്ന് പറയുന്നതിനെ നിങ്ങൾ അത്ഭുതത്തോടു കൂടി കാണുന്നുണ്ടോ? നമ്മുടെ രാജ്യത്തിന്റെ പ്രശ്നം എന്താണ്? ഈ രാജ്യത്തെ അടിസ്ഥാന പ്രശ്നമായി മാറിയിരിക്കുകയാണ് പൗരത്വം എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് ഈ രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നമല്ല. ഈ രാജ്യത്തെ ഭരണാധികാരികൾ നമുക്ക് പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തരുന്നു. ഒരു നാൾ എഴുന്നേറ്റ് വരുമ്പോൾ നമ്മളോട് ഭരണാധികാരി പ്രഖ്യാപിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പുതിയ പ്രശ്നം തരികയാണ്. ഈ രാജ്യത്തിന്റെ അടിസ്ഥാന പ്രശ്നം എന്താണെന്നറിയോ? അത് കറൻസി, 2000 രൂപയുടെ കറൻസിയുടെ പ്രശ്നമല്ല. അത് പൗരത്വത്തിന്റെ പ്രശ്നമല്ല. പാസ്പോർട്ട് ഔദ്യോഗികമായ പൗരത്വ രേഖയല്ല എന്ന് പറയുന്നതല്ല ഈ രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നം. ഈ രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നം എന്താ എന്ന് ചോദിച്ചാൽ അത് പട്ടിണിയാണ്, ദാരിദ്ര്യമാണ്, തൊഴിലില്ലായ്മയാണ്, ഭവനമില്ലായ്മയാണ്. ഇങ്ങനെ 100 കൂട്ടം പ്രശ്നങ്ങളുണ്ട് നമുക്ക്. ഇതാട്ടോ ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രശ്നം. പക്ഷെ ഭരണാധികാരികളുടെ പ്രശ്നമാണ് പൗരത്വം എന്നത്. ഭരണാധികാരികളുടെ പ്രശ്നമാണ്. ഭരണാധികാരികളുടെ പ്രശ്നമാണ് കറൻസി എന്ന് പറയുന്നത്. ഭരണാധികാരികളുടെ പ്രശ്നമാണ്. നമുക്ക് പുതിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു തരിക എന്നതാണ് നമ്മുടെ ഭരണാധികാരികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരാണ് ഏറ്റവും മികച്ച മനുഷ്യൻ എന്ന ഒരു ചോദ്യം ഉണ്ടാവുന്നുണ്ട് ഇമാം ഗസാലിയോട്. ഗസാലി ഇമാം ഏറ്റവും മികച്ച മനുഷ്യനെ കുറിച്ച് പറയുന്നത്, ഏറ്റവും മികച്ച മനുഷ്യൻ ഏറ്റവും ദരിദ്രനായ, അബലനായ, അശക്തനായ മനുഷ്യനെ പരിഗണിക്കുന്നവനാണ് എന്നാണ്. ഏറ്റവും മികച്ച ഭരണാധികാരി ആരാണ് എന്ന ചോദ്യത്തിന് ഗസാലി ഇമാം പറയുന്ന മറുപടി, നിങ്ങളുടെ ഭരണ പ്രദേശത്തെ ഏറ്റവും ദരിദ്രനായ മനുഷ്യനെ, ഏറ്റവും നിസ്സഹായനായ മനുഷ്യനെ നിങ്ങൾ സങ്കല്പിക്കുക. ആ നിസ്സഹായനായ മനുഷ്യന്റെ സ്ഥാനത്ത് ഭരണാധികാരി, ഈ ഭരണാധികാരിയുടെ സ്ഥാനത്ത് ആ നിസ്സഹായനായ മനുഷ്യൻ, എന്നിട്ട് അദ്ദേഹത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഇടപെടുന്നവനാണ് ഏറ്റവും മികച്ച ഭരണാധികാരി എന്ന്. ഏറ്റവും മികച്ച കുടുംബനാഥൻ ആരാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം കൂടി ഉണ്ട് ഇതിനകത്ത്. ഏറ്റവും മികച്ച കുടുംബനാഥൻ ആരാണ്? നിങ്ങളുടെ കുടുംബത്തിനകത്തെ ഏറ്റവും ദുർബലനായ മനുഷ്യനെ പരിഗണിക്കുന്നയാൾ. ആർക്കാണ് മുന്തിയ പരിഗണന? ഏറ്റവും ദുർബലനായ മനുഷ്യന്. ഗാന്ധി ജനാധിപത്യത്തെ കുറിച്ച് പറഞ്ഞത്, ഈ രാജ്യത്തെ ഏറ്റവും ദുർബലനായ മനുഷ്യന് എന്നാണോ ഏറ്റവും അശക്തനായ മനുഷ്യന്, ശബ്ദമില്ലാത്ത മനുഷ്യന് എപ്പോഴാണോ ശബ്ദം ഉണ്ടാകുന്നത്, എപ്പോഴാണോ അയാൾ ബലവാനാകുന്നത്, ശക്തനാകുന്നത്, അപ്പോഴാണ് ജനാധിപത്യം പുലരുന്നത് എന്നാണ്. പരിശുദ്ധരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പേർത്തും പഠിപ്പിച്ച കാര്യം, നിസ്സഹായരായ മനുഷ്യരുടെ മേൽ ഇടപെടുന്നയാളാണ് ഏറ്റവും മഹോന്നതനായ മനുഷ്യൻ എന്നാണ്. അതാണ് ഗസാലി ഇമാം പറഞ്ഞത്. സൂഫി ഗുരുവിനോടൊരു ചോദ്യം ഉണ്ടായി, ഗുരേ, ഞാൻ എപ്പോഴാണ് ഏറ്റവും നല്ല മനുഷ്യനാവുന്നത് എന്ന്. ഗുരു പറഞ്ഞത് ഈ മഹദ്വചനമാണ്.
നീയുമായി തർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ദുർബലനെ, ഒരു അശക്തനെ, നീയും ഒരാളുമായി തർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ കൂട്ടത്തിലെ ദുർബലനായ മനുഷ്യനെ നിനക്ക് പരിഗണിക്കാൻ കഴിയുമ്പോഴാണ്, അദ്ദേഹത്തോട് നീതിപൂർവ്വം ഇടപെടാൻ കഴിയുമ്പോഴാണ് നീ ഏറ്റവും മികച്ച മനുഷ്യനാവുന്നത് എന്നാണ്. ഇതാണ് ഇസ്ലാമിന്റെ രാഷ്ട്രീയം. ഇതാണ് ഇസ്ലാമിന്റെ മനുഷ്യനെ പ്രതിയുള്ള കരുതൽ. ഇത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. എന്തിനാണ് നിങ്ങൾ എഴുതുന്നത്? എന്തിനാണ് നിങ്ങൾ വരയ്ക്കുന്നത്? എന്തിനാണ് ഈ സാഹിത്യ ചർച്ച? എന്താണ് സാഹിത്യോത്സവിന്റെ ധർമ്മം? ആ ചോദ്യത്തിന്റെ ഉത്തരം ഇതിന്റെ ഉള്ളിൽ ഉൾച്ചേർന്ന് കിടക്കുന്നുണ്ട്. എന്താണ് മനുഷ്യ ജീവിതത്തിന്റെ ധർമ്മം എന്ന ചോദ്യത്തിന്റെ ഉത്തരം കൊണ്ടാണ് നമ്മുടെ സർഗസിദ്ധികളെ എന്തിനാണ് എന്ന ചോദ്യത്തിന്റെ പൂരണം നൽകേണ്ടത്. അതുകൊണ്ട് നമ്മൾ ആർക്കു വേണ്ടിയാണ് സംസാരിക്കേണ്ടത്? നമ്മൾ എന്തിനു വേണ്ടിയാണ് ഈ കലാസൃഷ്ടികളെ പ്രയോഗിക്കേണ്ടത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഇതൊരു ആത്മീയ പ്രവർത്തനമാണ് എന്നാണ്. സാഹിത്യോത്സവം ഒരു കലാപ്രവർത്തനമല്ല. സാഹിത്യോത്സവം ഒരു സാംസ്കാരിക പ്രവർത്തനമല്ല. സാഹിത്യോത്സവം കേവലം ഒരു ഒരു വിനോദ പരിപാടിയല്ല. ഇതൊരു ഗൗരവതരമാർന്ന പ്രവർത്തനമാണ് എന്നാണ്. സാഹിത്യത്തിന്റെ ധർമ്മത്തെക്കുറിച്ചുള്ള ചർച്ച ഉയർന്ന ഏതേത് കാലങ്ങളുണ്ടോ ആ കാലങ്ങളിലൊക്കെയും അന്ന് തന്നെയുള്ള ഉത്തരവാണ് കല എന്തിനാണ് എന്ന് ചോദിച്ചാൽ കല സൗന്ദര്യമാണ്. സാഹിത്യം എന്തിനാണ് എന്ന് ചോദിച്ചാൽ സാഹിത്യം വിനോദമാണ്. സാഹിത്യം വിനോദമാണ്, സാഹിത്യം സൗന്ദര്യമാണ് എന്ന ഉത്തരത്തിന് ദസ്തവേവ്സ്കി മറ്റൊരു ഉത്തരം കൽപ്പിക്കുന്നുണ്ട്. കല സൗന്ദര്യമാണ്, കേവലം ആസ്വാദനപരമായ സൗന്ദര്യമല്ല. ദസ്തവേവ്സ്കിയുടെ നിർവചന പ്രകാരം സാഹിത്യം, കല അതൊരു ആത്മീയ പ്രവർത്തനമാണ് എന്നാണ്. കലാസാഹിത്യ പ്രവർത്തനം ഒരു ആത്മീയ പ്രവർത്തനമാണ്. കലാസാഹിത്യ പ്രവർത്തനം ആളുകളെ രമിപ്പിക്കാനുള്ള, സന്തോഷിപ്പിക്കാനുള്ള, സുഖിപ്പിക്കാനുള്ള ഒരു സർഗാത്മകമായ ഇടപെടലാണ്. ഇതൊരു വായനയാണ്. പാട്ടുകൊണ്ട് നമുക്ക് ആളുകളെ പാട്ടിലാക്കാം. കവിത കൊണ്ട് ആളുകളെ അവരെ മയക്കിക്കിടത്താം. അവരെ ആസ്വാദനത്തിന്റെ പുതിയ തലങ്ങളിലേക്ക് കൊണ്ടുപോവാം. ഇതിനെ ഈ ആസ്വദിക്കാൻ വേണ്ടി എഴുതുന്ന കലയെ, സാഹിത്യത്തെ, ഈ രമിപ്പിക്കുന്ന സാഹിത്യത്തെ, രമിപ്പിക്കുന്ന പാട്ടുകളെ കൊട്ടാരം കവികൾ എന്ന് വിളിച്ചിരുന്നു. കൊട്ടാരം കവി എന്ന് പറഞ്ഞ ഒരു നിഷേധാത്മകമായ വാക്കുകൂടിയാണത്. കൊട്ടാരം കവികളുടെ ധർമ്മം എന്താണ്? രാജാവിനെ പ്രകീർത്തിച്ച്, രാജാവിനെ പുകഴ്ത്തിപ്പാടി കൈനിറയെ സമ്മാനം നേടുക എന്നതാണ്. പുതിയ കാലത്തേക്ക് വന്നാൽ ആരാണ് കൊട്ടാരം കവികൾ എന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാം. ആരാണ് കൊട്ടാരം കവികൾ? മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒക്കെ ഇരുന്ന് അവരുടെ സർഗസൃഷ്ടികളെ ഏറ്റവും മനോഹരമായി ആവിഷ്കരിക്കുകയും ആളുകളെ മുഴുവനും ഇങ്ങനെ മയക്കിക്കിടത്തുകയും അങ്ങനെ കൈനിറയെ സമ്മാനം കൈപ്പറ്റുകയും ചെയ്യുന്ന ഈ പുതിയ കാലത്തെ കൊട്ടാരം കവികൾ. അവിടെയാണ് ദസ്തവേവ്സ്കിയുടെ തന്നെ വചനത്തെ എടുത്താൽ ഇതൊരു ആത്മീയ പ്രവർത്തനമാണ്. എന്താണ് ആത്മീയ പ്രവർത്തനം? ഒരു മനുഷ്യന്റെ ഉള്ളിൽ അവന്റെ ആത്മാവിനെ തൊടുന്നതാണ്. അവന്റെ ഉള്ളിലുള്ള ധാർമ്മിക സദാചാര മൂല്യങ്ങളെ ഉയർത്തുന്നതാണ്. അപ്പോഴാണ് അത് ആത്മീയ പ്രവർത്തനമാകുന്നത്. എന്താണ് സാഹിത്യോത്സവിന്റെ നമ്മുടെ മുന്നിൽ നമ്മൾ ഈ സാഹിത്യോത്സവിനെ എങ്ങനെയാണ് കാണുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരവാണ് ഞാൻ പറഞ്ഞു വെച്ചത്. സാഹിത്യോത്സവം ഒരു സാംസ്കാരിക പ്രവർത്തനമല്ല. സാഹിത്യോത്സവം ഒരു കേവലം സാഹിതീയ പ്രവർത്തനമല്ല. സാഹിത്യോത്സവം ആളുകളെ ഇങ്ങനെ രമിപ്പിക്കാൻ വേണ്ടിയുള്ള ആസ്വാദന പരിപാടികളല്ല. സാഹിത്യോത്സവം നമ്മളെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ ഇൻവെർട്ടഡ് കോമ ജീവിതത്തെ ഏറ്റവും ഗൗരവതരമായി ആവിഷ്കരിക്കലാണ് എന്റെ ധർമ്മം എന്ന് വിചാരിക്കുന്ന നമ്മളെ സംബന്ധിച്ച് അതൊരു ആത്മീയ പ്രവർത്തനമാണ്. ഈ ആത്മീയത എന്ന് പറയുന്നത് മുഴുവൻ മനുഷ്യരുടെയും നന്മയെ ലക്ഷ്യം വെച്ചുള്ളതാണ്.
അതുകൊണ്ട് നമ്മൾ എന്ത് എഴുതണം, എങ്ങനെ എഴുതണം എന്ന ചോദ്യത്തിന്റെ ഉത്തരം SSFകാരനായ കവി ആരാണ് എന്ന് ചോദിച്ചാൽ ഹൃദയരക്തം കൊണ്ട് കവിത എഴുതുന്നവനാണ്. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് നിലയ്ക്കാതെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പലസ്തീനിലെ, അഫ്ഗാനിസ്ഥാനിലെ, ഇങ്ങനെ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ദിനം പ്രതി മരിച്ചു വീണുകൊണ്ടിരിക്കുന്ന ചോര കുഞ്ഞുങ്ങളുടെ അവരുടെ അടിവയറിൽ നിന്ന് ഉയർന്നു വന്ന വേദനയിൽ നിന്ന്, വേദന കലർന്ന കരച്ചിലിന്റെ തൊണ്ടയിൽ കുരുങ്ങിപ്പോയ, പുറത്തേക്ക് വരാതെ പോയ, ഈ ലോകത്തോട് മുഴുവനും അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞ ഞാൻ വളരെ സൂക്ഷ്മമായിട്ടാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നത്. നിലവിളി, അതൊരു വിളിയാണ്. അത് അറിഞ്ഞുകൊണ്ട് വിളിക്കുന്ന വിളിയല്ല, നിലവിട്ട വിളിയാണ്. അയ്യോ എന്ന വാക്കുകൊണ്ട് നമുക്ക് അപ്പം ചൂടാൻ കഴിയില്ലെങ്കിലും അപ്പം കരിയുമുണ്ട് എന്ന് ഈ ലോകത്തെ വിളിച്ചറിയിക്കാനുള്ള ശക്തിയുണ്ട് എന്നാണ്. നിലവിളി നിസ്സഹായന്റെ വിളിയാണ്. അക്ഷരജ്ഞാനമില്ലാത്തവന്റെ, നിരാലംബന്റെ, അബലന്റെ, അശക്തന്റെ, അവന്റെ ഒടുക്കത്തെ പ്രതിഷേധത്തിന്റെ സ്വരമാണ്, ശബ്ദമാണ് നിലവിളി എന്നാണ്. ആ തൊണ്ടയിൽ കുരുങ്ങിപ്പോയ നിലവിളികളാവുക നിങ്ങളുടെ കവിതകൾ. പാർശ്വവൽക്കരിക്കപ്പെട്ട, ജീവിതം നിഷേധിക്കപ്പെട്ട, അകാരണമായി ജയിലിൽ അടയ്ക്കപ്പെട്ട, പുകക്കുഴലുകളിൽ നിന്ന് ഉയർന്നു പൊങ്ങേണ്ടിയിരുന്ന ആ പുകനാളങ്ങൾ അപ്രത്യക്ഷമായപ്പോൾ അതിന്റെ അങ്ങേ തലയിൽ നീറിപ്പുകഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പരിസരത്തെ ഒട്ടനേകം കുടുംബങ്ങളുടെ, ഈ മനുഷ്യരുടെ വേദനകളെ ഹൃദയരക്തം കൊണ്ടെഴുതി ഈ സമൂഹത്തിന് മുഴുവനും വിളിച്ചുണർത്താൻ ശക്തിയുള്ള വാക്കുകളാവുക നിങ്ങൾ എഴുതുന്ന ഓരോ വാക്കുകൾ. അപ്പോഴാണ് നിങ്ങൾ മികച്ച സാഹിത്യകാരനാവുന്നത്, മികച്ച കലാകാരനാവുന്നത്, നിങ്ങളുടെ സൃഷ്ടികൾ ഏറ്റവും മഹോന്നതമായി മാറുന്നത്. മനുഷ്യർക്ക് വേണ്ടിയുള്ള ഇടപെടൽ, മനുഷ്യർക്ക് വേണ്ടിയുള്ള ഇടപെടലിന് അതിന് അതിരു നിശ്ചയിച്ചിട്ടില്ല. നിങ്ങൾക്ക് മദീന പള്ളിയിൽ, വിശുദ്ധരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീന പള്ളിയിൽ, വിശുദ്ധ ഹറം ഷരീഫിലെ മസ്ജിദുൽ ഹറാമിൽ, അവിടെ 40 ദിവസം നിസ്കരിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠത, പ്രതിഫലം നോക്കൂട്ടോ. പറഞ്ഞു വെച്ചത് എന്താണെന്നറിയോ? നമ്മൾ ഓരോരുത്തരും എപ്പോഴും ആഗ്രഹിക്കുന്നതാണ് മദീന സന്ദർശിക്കണമെന്ന്, വിശുദ്ധ റൗള ഷരീഫ് സന്ദർശിക്കണമെന്ന്, വിശുദ്ധ ഹറം ഷരീഫ് സന്ദർശിക്കണമെന്ന്. അവിടെ തുടർച്ചയായി നിസ്കാരത്തിൽ ഏർപ്പെടുമ്പോൾ കിട്ടുന്ന പ്രതിഫലത്തെക്കുറിച്ച് ഏറ്റവും അധികം ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അപ്പൊ പരിശുദ്ധരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്, അതിലും ശ്രേഷ്ഠമായ പ്രവർത്തനം മറ്റൊരാളുടെ വേദന മാറ്റാൻ വേണ്ടിയുള്ള ഇറങ്ങിപ്പുറപ്പാടിനാണ്. മനുഷ്യർക്ക് അത്രയധികം പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നു. മനുഷ്യരെ സൃഷ്ടിക്കുന്ന മതമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം. മനുഷ്യരെ നശിപ്പിക്കുന്ന മതമല്ല. മനുഷ്യരെ നശിപ്പിക്കുക എന്നതാണ് മതത്തിന്റെ താല്പര്യം എന്ന തരത്തിൽ നമുക്കിടയിൽ പ്രചാരണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ കരുതലോടെ ചെറുത്തു തോൽപ്പിക്കേണ്ടത് ഏറ്റവും പൂർണ്ണകായനായ, ഏറ്റവും മികച്ച മനുഷ്യനായി ഈ സമൂഹത്തിന്റെ മുമ്പിൽ സ്വയം ആവിഷ്കൃതനായിട്ടാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തി സാഹിത്യോത്സവിന്റെ സന്ദേശം ഇത്രയുമാണ് എന്ന് നിങ്ങളോട് സന്ദർഭവശാൽ ഉണർത്തി. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.